പ്ലേറ്റോയുടെ ഒരു കഥ വെറുമൊരു കെട്ടുകഥയല്ല, പിന്നെ ഒരു പ്രവചനമാണെന്ന് കേട്ടാലോ? സംഭവം എന്താണെന്ന് നോക്കാം. ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സോക്രട്ടീസിന്റെയും പ്ലേറ്റോയുടെയും ആശയങ്ങൾക്ക് ഒരു പുതിയ തലം വരികയാണ്. അപ്പോ വാദം ഇതാണ്: ഓരോ പ്രവാചകരും സംസാരിക്കുന്നത് അവരുടെ കാലഘട്ടത്തിന് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഗ്രീക്കുകാർക്ക് സത്യം പറഞ്ഞുകൊടുക്കാൻ പ്ലേറ്റോ കഥകൾ ഉപയോഗിച്ചുകൂടെ? സാധ്യതയുണ്ടല്ലേ? ഈയൊരു പോയിന്റ് ക്ലിയർ ആവാൻ നമുക്ക് എർ എന്നൊരു പട്ടാളക്കാരന്റെ കഥയിലേക്ക് പോകാം. മരണത്തിനു ശേഷമുള്ള കഥ. എർ യുദ്ധത്തിൽ മരിച്ചു, പക്ഷെ ശരീരം അഴുകിയില്ല. 10 ദിവസം കഴിഞ്ഞ് അവൻ ജീവനോടെ എഴുന്നേറ്റു. അവനൊരു മിഷൻ ഉണ്ടായിരുന്നു. പരലോകത്ത് കണ്ടു കാര്യങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവരോട് വന്ന് പറയണം. അവിടെയൊരു വിചാരണ നടക്കുന്നു. നല്ലവര് നേരെ മുകളിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക്, അല്ലാത്തവർ താഴെ, ഭൂമിക്കടിയിലേക്ക്. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ശിക്ഷയൊക്കെ കഴിഞ്ഞ ആത്മാക്കൾ തിരിച്ചുവരുന്നതും എർ കണ്ടു. സ്വർഗ്ഗത്തിൽ നിന്നും വന്നവരും നരകത്തിൽ നിന്നും വന്നവരും ഒരുമിച്ചുകൂടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇവിടെയാണ് ശ്രദ്ധേയമായൊരു സാമ്യം വരുന്നത്. നരകമെന്നത് ശാശ്വതമല്ല, ഒരു താൽക്കാലിക ശുദ്ധീകരണം മാത്രം. ചെയ്യുന്ന ഓരോ കാര്യത്തിനും 10 ഇരട്ടി പ്രതിഫലം. അത് നല്ലതിനായാലും ശരി, ചീത്തയ്ക്കായാലും ശരി. എന്നാൽ തീരെ രക്ഷയില്ലാത്ത ചില ആത്മാക്കളുണ്ട്. അവരെ തീയുടെ കാവൽക്കാർ പിടിച്ചുകൊണ്ടുപോയി. ഈ വിശ്രമമൊക്കെ കഴിഞ്ഞ് ആത്മാക്കൾ നേരെ പോകുന്നത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലേക്കാണ്. അവിടെ വിധിദേവതകളുടെ മുന്നിൽ വെച്ച് അവർക്ക് അവരുടെ അടുത്ത ജീവിതം തെരഞ്ഞെടുക്കാം. അതായത് ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ നന്മ ചെയ്യണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഫ്രീവിലാണ്. കഷ്ടപ്പാടൊന്നും അറിയാത്തതുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവർ ഭയങ്കര ആകർഷകമായ പക്ഷേ അപകടം പിടിച്ച ജീവിതങ്ങൾ തിരഞ്ഞെടുത്തു. അതുപോലെ മനുഷ്യർക്ക് മൃഗങ്ങളാകാം, മൃഗങ്ങൾക്ക് മനുഷ്യരുമാകാം. അങ്ങനെ ഒരു ഓപ്ഷനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ തങ്ങളുടെ അടുത്ത ജീവിതം തിരഞ്ഞെടുത്ത ശേഷം ആത്മാക്കൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുതിയ ജീവിതം തുടങ്ങുന്നതിനു മുൻപ് അവരെല്ലാവരും മറവിയുടെ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണം, പഴയതെല്ലാം മറക്കാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്: ആവശ്യത്തിന് മാത്രം കുടിക്കുന്നവർക്ക് പഴയ ചില ഓർമ്മകൾ കിട്ടും. അതൊരു ജ്ഞാനമായി അവരിലുണ്ടാകും. അപ്പൊ നോക്കൂ, സ്വർഗം, നരകം, പുനർജന്മം, കർമ്മഫലം ഇതെല്ലാം യാദൃശികമാണെന്ന് പറയാൻ പറ്റൂ? ഇതുകൊണ്ട് തന്നെയാവാം പ്ലേറ്റോയെയും സോക്രട്ടീസിനെയും വെറും ഫിലോസഫേഴ്സായിട്ടല്ല, പ്രവാചകന്മാരായി കാണുന്നത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ വെറും കെട്ടുകഥകളെന്ന തള്ളിക്കളയുന്ന പുരാണങ്ങളിൽ ഇനി എന്തൊക്കെ സത്യങ്ങളുണ്ടാവാം?